ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. 2024 എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സും ഫ്രീ ബീസും ഒക്കെ ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ പൊട്ടിക്കാണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി ഈ ഒരു കവർ ഞാൻ എടുത്ത് വെച്ച് കവറൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു തോന്നുന്നു. ഐ ഡോണ്ട് റിമെമ്പർ. എല്ലാം ഞാൻ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ബുക്ക് ഉണ്ട്, ഒരു ക്യൂട്ട് ബുക്ക്, പിന്നെ രണ്ട് പെയിൻറ്റിങ് ബ്രഷ് ആൻഡ് ഒരു ക്യൂട്ട് കീ ചെയിൻ ഉണ്ട്. ഇതൊക്കെ ആരൊക്കെയോ തന്നതായിരുന്നു. ഐ ഡോണ്ട് റിയലി റിമെമ്പർ, കാരണം അത് പല പല സാഹചര്യങ്ങളിലായിട്ട് തന്നതാണ്. പിന്നെ വി ഹാവ് ദിസ് ഹെവി ബാഗ്. ഇത് ഒരു കൊലാബറേഷൻ്റെ ഭാഗമായിട്ട് അവർ തന്ന ഫ്രീ ബീസ് ആയിരുന്നു. ഇതിൽ ആദ്യത്തേതൊരു കീ ചെയിനാണ്. ഏതോ ആനിമേ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ഇതിലുള്ള സാധനം ഞാൻ ഓൾറെഡി തുറന്ന് നോക്കിയതാ തോന്നുന്നു. ഇതൊരു വേറെ കൊലാബറേഷനിൽ ഒരു ഫോട്ടോ ഉണ്ട് അവിടെ. അപ്പോൾ ഫോട്ടോ ഉള്ള കാരണം ഞാൻ ഇത് എടുത്ത് വെച്ചതാണ്. ഹിയർ വി ഹാവ് ഒരു ആനിമേ സംതിങ്. നമുക്ക് തുറന്ന് നോക്കാം. ഓ ക്യൂട്ട്. ഇതൊരു പിന്നാണ്, രണ്ടെണ്ണം ഉണ്ട്. ഇത് ഇതേപോലെ ഞാൻ ഇനി അൺടച്ച്ഡ് ആയിട്ട് എടുത്ത് വെക്കും. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന് തരാം. ഏത് ആനിമയാന്ന് പോലും എനിക്കറിയില്ല. വീണ്ടും ഒരു കീ ചെയിനാ തോന്നുന്നു. തൽക്കാലം ഇപ്പുറം നോക്കാം. വാവ്, ഇതൊക്കെ ഏതൊക്കെയോ ആനിമേൻ്റെ എന്തൊക്കെയൊക്കെയോ ആണ്. എച്ചെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാ വീണ്ടും ആനിമേ. ഇതിൻ്റെ കുറച്ച് ഇങ്ങനെ ഒരു സംഭവം, ഒരു കാർഡ്. പിന്നെ വി ഹാവ് വൺ മോർ സെയിം തിങ്, കാർഡ് തന്നെ. ഇത് എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ കിട്ടിയതാണ്. 385 yen ആണ്. ഐ വുഡ് നെവർ സ്പെൻഡ് 385 yen ഓൺ സംതിങ് ലൈക്ക് ദിസ്. ഐ മീൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക്. ഇതിങ്ങനെ ഒട്ടിക്കുന്ന സ്റ്റിക്കറാണ്. അതായത് ഇങ്ങനെ സ്യൂട്ട് കേസിലൊക്കെ ഒട്ടിക്കുക, ഈ ഒരു ചെങ്ങൻ്റെ മുഖം. ആൻഡ് ദെൻ ഒരു ഫയലുണ്ട്. ഇതെന്താ, ഇതെന്തോ തീണ്ടാണെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനത്തെ ഫയലാണ് ഇവിടെ നമ്മളെല്ലാത്തിനും യൂസ് ആക്കുക. പക്ഷേ ഇത് സ്റ്റിക്കറാണ് തോന്നുന്നു. ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്, ബിക്കോസ് ഐ ലൈക്ക് ദ കളേഴ്സ്. നല്ല രസമില്ലേ? ഇന്ന് എഴുതിയിട്ടുള്ള ടോക്കിയോ റിവെഞ്ചേഴ്സ്. ആരാ and then we have one more file same. വീണ്ടും ഒരു കീ ചെയിൻ. ഇതെന്താ? this is something else. വീണ്ടും കീ ചെയിൻ. ജാപ്പനീസ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കീ ചെയിൻ. And here we have this notebook. ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. വൺ ഞാൻ കോളേജിലേക്ക് യൂസ് ചെയ്തു, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ലാസ്റ്റ് വെക്കില്ല, അങ്ങനെ വെച്ചതാണ്. കാരണം പിങ്ക്, ഐ ലവ് പിങ്ക്. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാത്തതാണിത്. പിന്നെ അഗെയിൻ കീ ചെയിൻ ആൻഡ് പിന്നെയുള്ള രണ്ടെണ്ണം വീണ്ടും ഉണ്ട്. പിന്നെ ഇത് ഹൊക്കുസായി പറഞ്ഞ നമ്മളെ ഈ ആർട്ടിസ്റ്റിൻ്റെ പേരാണ് ഹൊക്കുസായി. അപ്പോൾ ഇതിങ്ങനെ മാറുമ്പോൾ മൂപ്പരുടെ രണ്ട് പെയിൻറ്റിങ്സാണിത്. അതിൻ്റെ ഒരു കാർഡ്. പിന്നെ വീണ്ടും ഈ ചെങ്ങായിൻ്റെ മുഖം. ആൻഡ് ഇത് നാട്ടിൽ നിന്ന് ആരോ കൊടുത്തയച്ചൊരു സോപ്പാണ്, ഏലാധിക ചൂർണം. ഇതെങ്ങനെയാണ് ഈ ബാഗിനുള്ളിൽ വന്നെന്ന് അറിയില്ല. ഇത് മിക്കവാറും ഇവിടെ എല്ലാവരും തപ്പിയിട്ടുണ്ട്. ഇത് സോപ്പല്ല, ഇതെന്തോ പൗഡറാ. സോപ്പിനെ പോലത്തെ പെട്ടില്ല ബാത്റൂം. എന്തായാലും ഇവിടെ എല്ലാവരും തപ്പിയിട്ടുണ്ടാവും ഈ സാധനം എവിടെ പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ കവറിലാണ് പെട്ടി വരുന്നിട്ടുള്ളത്.
ദിസ് ഇസ് എ ബാഗ്. സീ റിസ ഇൻ ടോക്കിയോ. ഇത് ഞാനൊരു കൊലാബറേഷനിൽ പോയപ്പോൾ അവർ നമുക്ക് ചെയ്തു തന്നതാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തതാണ് റിസ ഇൻ ടോക്കിയോ എന്ന് എഴുതിയാൽ മതി, പിങ്കിൽ എഴുതിയാൽ മതി എന്നൊക്കെ. ഒരു ടോട്ട് ബാഗാണ്. ഐ ലവ് ദിസ്. ആൻഡ് ഹിയർ ഇത് ജപ്പാനിലൊരു സിറ്റിയാണ് സുമിത, അതിൻ്റെ ഒരു കവറാണ്. ഇതൊക്കെ ഞാൻ മെമ്മറീസിന് വേണ്ടി എടുത്ത് വെച്ചതാണ്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആൻഡ് ദിസ് ഈസ് എ ജാപ്പനീസ് സ്റ്റൈൽ. ഇത് കണ്ടോ, ഫുജിൻ്റെ ഒരു ചിത്രമുണ്ട്. ഇതും നമുക്ക്, ഇത് ഹാൻഡ് മെയ്ഡാണ്. ഈ വുഡിന് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് നമുക്ക് ഒരു കൊത്തോയി താങ്ങോ പറഞ്ഞിട്ടുള്ള ഒരു കഫേയിൽ പോയപ്പോൾ അവർ ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ സോറി സ്ലിപ്പറാണ്. ഇങ്ങനെ വന്നു, സോ ക്യൂട്ട്. ഇത് പക്ഷേ എന്താ സംഭവിച്ചു വെച്ചാൽ ഇതിന് ഇവർ നമ്മളെ സോക്സിൻ്റെ സൈസ് എന്താണെന്ന് ചോദിച്ചു ഈ വർക്ക്ഷോപ്പിന് മുമ്പിൽ. അപ്പോൾ ജാപ്പനീസ് എനിക്ക് അറിയാത്ത കാരണം, അറിയാം ഇൻ ദ സെൻസ് ഓഫ് എഴുതിയിട്ട് നമ്മൾ ഫോംസിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഓൺലൈനായിട്ടാണ് അവർ അയച്ചത്. അപ്പോൾ സോക്സിൻ്റെ സൈസ് എന്താ ചോദിച്ചു. അപ്പോൾ ഐ യൂസ് ടു നോ മൈ സോക്സിൻ്റെ സൈസൊക്കെ. ഷൂവിൻ്റെ സൈസാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സൈസ് അങ്ങോട്ട് ഇട്ടു. സോക്സിൻ്റെ സൈസ് വാട്ട് ഐ വാസ് തിങ്കിങ് വാസ് സോക്സ് തരാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തെങ്കിലും സോക്സ് കസ്റ്റമൈസ് ചെയ്ത് തരാനാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ സോക്സ് ആകുമ്പോൾ നമുക്ക് എല്ലാ സൈസും കൊള്ളുമല്ലോ, ബിക്കോസ് അത് ഫ്രീ സൈസ് ആവുമല്ലോ എന്നൊക്കെയാണ് എൻ്റെ മൈൻഡിലൂടെ പോയത്. അപ്പോൾ ഏതൊരു സൈസ് ഞാൻ കൊടുത്തു. അപ്പോൾ ഈ ഒരു സൈസ് ഇതിന് വേണ്ടിയിട്ടാണ് അവർ സൈസ് ചോദിച്ചത്. അപ്പോൾ ഇത് കുറച്ച് ചെറുതാണ് എനിക്ക്, ബട്ട് സ്റ്റിൽ നല്ല ഭംഗിയില്ലേ കാണാൻ. ആൻഡ് ദെൻ ഹിയർ ഇതെന്താന്ന് വെച്ചാൽ സ്കൈ ട്രെയിനിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് അവർ ഫോട്ടോസ് എടുത്ത് തരും. അപ്പോൾ ഈ ഒരു ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണാം. ഇതിൻ്റെ താഴെ കണ്ടോ, ഇവിടെ ഇങ്ങനെ താഴെ ബിൽഡിങ്സ് കാണും എന്നാണ് പറയുന്നത്. 445 ഫ്ലോറിൽ നിന്നെടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ, വൃത്തിക്കുള്ളതിൻ്റെ ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയോ എന്നെ കൊടുക്കണം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ തിങ്. ഈ ഫോട്ടോ നോക്കൂ, ഇത് നമുക്ക് എന്തിനു കൊള്ളും? ഇങ്ങനത്തെ ഒരു ഫോട്ടോ എന്തായാലും എനിക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ ഒരു കുഞ്ഞി ഫോട്ടോ എടുത്തു. ഇതവർ കോംപ്ലിമെൻ്ററി ആയി തരുന്നതാണ്. ഇതാ ഈ മുക്കിൽ നിൽക്കുന്നതാണ് ഞാൻ. പിന്നെ 2 എണ്ണം ഉണ്ട്. ഇതായി ഇരിക്കുന്ന കണ്ടോ, ഇതാണ് ഞാൻ, ഈ കുഞ്ഞു സാധനം. പിന്നെ ഒരു ക്യൂട്ട് ക്ലോ ക്ലിപ്പാണ്. ഇത് ആരോ ഗിഫ്റ്റ് തന്നതാണെന്നാണ് തോന്നുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല ഇങ്ങനത്തെ ക്ലിപ്പ്, അതുകൊണ്ട് ഇത് ഇവിടെ ഉണ്ട്. പക്ഷേ ദിസ് ഇസ് സോ ക്യൂട്ട്, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാതെ വെച്ചതാണ്. നല്ല ഭംഗിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ഇതെന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് കാർഡാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ. ഇതിൽ കുറേ പോസ്റ്റ് കാർഡ് ഉണ്ട്. സി വെരി ക്യൂട്ട്, വെരി ജാപ്പനീസ്. കണ്ടോ, അങ്ങനത്തെ കുറേ പോസ്റ്റ് കാർഡ് ഉണ്ട്. ഇത് നമുക്ക് അയക്കാൻ പറ്റും തോന്നുന്നല്ലേ പോസ്റ്റിൽ. ഇതിനാണല്ലോ പോസ്റ്റ് കാർഡ് ഉപയോഗിക്കുക. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താൽ ഞാൻ നിങ്ങൾക്കിത് അയച്ചു തരുന്നതായിരിക്കും. കുറേ ഉണ്ട്, പിന്നെ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഏത് വേണമെന്ന് ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോ അയച്ചു തരും. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ അയച്ചു തരാം. പിന്നെ ഒരു സാധനം ഉണ്ട് എൻ്റെ അടുത്ത്. ഒരു സ്ഥലത്ത് നമ്മൾ പോയപ്പോൾ അവിടെ ഒരു ഒറിഗാമി വോൾ ഉണ്ടായി. ആ വോളിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഒറിഗാമി വീണു, താഴെ വീണു. അപ്പോൾ ഞാനത് എന്തായാലും നിലത്ത് വീണില്ലേ, അപ്പോൾ ഞാനത് എടുത്തു. ഇത് എന്തായിരുന്നു സാധനം എനിക്ക് ഓർമ്മയില്ല, കിളിയായിരുന്നു തോന്നുന്നു. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്കിങ്ങനെ ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടിയതുകൊണ്ട് മാത്രം എൻ്റെ കയ്യിൽ വന്നുപെട്ട സാധനങ്ങളാണ്. അല്ലാതെ ഞാൻ ഓൺ ഇൻട്രസ്റ്റിൽ ഇത് ഞാൻ ചെയ്യിപ്പിക്കുമായിരുന്നു, ബിക്കോസ് ഐ ലൈക്ക് ദിസ്. ഇതൊരു സുവനീറായിട്ട് ഞാൻ ചെയ്യിപ്പിക്കുമായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ എടുത്തു വെക്കാൻ വേണ്ടി മാത്രം കിട്ടിയ പോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് വെക്കാൻ. പക്ഷേ സിൻസ് ഐ ഹാവ് എ ലോട്ട് ഓഫ്, ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ഐ നീഡ് ഓൺലി 1 സെറ്റ് ഓഫ് പോസ്റ്റ് കാർഡ്സ്, പക്ഷേ ഐ ഹാവ് 3. ഇതിൽ തന്നെ കുറേ ഉണ്ട്. അപ്പോൾ ഇഫ് എനി ഓഫ് യു വോണ്ട്, നിങ്ങൾക്ക് ജെന്യുവനായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇഫ് യു DM me, ഞാൻ ഒന്നേ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് കാർഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം.
ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഈ സാധനങ്ങളൊക്കെ എനിക്ക് ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ തുറന്നപ്പോഴാണ് ഇതിൽ പകുതി സാധനങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ എവിടെയെങ്കിലും എടുത്ത് വെക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.